ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരിക്കൽ കൂടി ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. സൂപ്പർ പോരാട്ടത്തിൽ ജയം ലക്ഷ്യമിട്ട് രോഹിത്തും സംഘവും. പാകിസ്ഥാനെതിരെ ഇന്ത്യ തകർപ്പൻ ജയം സ്വന്തമാക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. കൊച്ചിയിൽ നിന്ന് ജോയ് മോൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഒരിക്കൽ കൂടി ഒരു ഇന്ത്യ പാകിസ്ഥാൻ എൽ ക്ലാസിക്കോ പോര് വരുന്നു. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ന് ഇന്ത്യ ദുബായിൽ വെച്ച് പാകിസ്ഥാനെ നേരിടും. സെമി ഏറെക്കുറെ ഉറപ്പിക്കാൻ ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ഇറങ്ങുന്നത്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഇത് ജീവൻ മരണ പോരാട്ടമാണ്. എല്ലാ കാലത്തും ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ ആരാധകരെ ആവേശത്തിലാഴ്ത്തിയിരുന്നു. നമുക്ക് കാണികളോടും ആരാധകരോടും ചോദിക്കാം ഇന്നത്തെ മത്സരഫലത്തെ പറ്റി. ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യയുടെ പ്രതീക്ഷകൾ എങ്ങനെയായിരിക്കും? അതായത് ഇത് നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ ഒരു സെമിയിലേക്ക് നമുക്ക് കടക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇന്ത്യക്കാണ് ചാൻസ് കൂടുതൽ. ഒരു 65% ഇന്ത്യക്കാണ് ഏറ്റവും കൂടുതൽ ചാൻസ് കൂടുതൽ. നല്ല ക്വാളിറ്റി സ്പിന്നേഴ്സ് ഉണ്ട്. പ്ലേയിങ് 11 തന്നെ ഇന്ത്യ ആകെ കൺഫ്യൂസ്ഡ് ആണ്. പിന്നെ പാകിസ്ഥാനായിട്ടുള്ള റെക്കോർഡുകൾ നോക്കുമ്പോൾ നല്ല നല്ല ടൂർണമെന്റിലൊക്കെ ഏറ്റവും കൂടുതൽ വിജയിച്ചിരിക്കുന്നത് ഇന്ത്യ തന്നെയാണ്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ചാൻസ് ഇന്ത്യക്ക് തന്നെയാണ്. ആദ്യത്തെ മത്സരത്തിൽ ഫോം കണ്ടെത്താൻ കോഹ്ലിക്കായില്ലെങ്കിലും ഈ ഒരു മത്സരത്തിൽ കോഹ്ലി ഫോമിലേക്ക് തിരിച്ചെത്തുമോ? അതൊരു മാസ് ക്ലാസ് ഇന്നിങ്സ് കോഹ്ലിയുടെ നിന്ന് പ്രതീക്ഷിക്കാമോ? കോഹ്ലി ഇനി തെളിയിക്കാനൊന്നുമില്ല. ഓൾറെഡി പലതവണ തെളിയിച്ച വ്യക്തിയാണ്. ഇനിയും ഈ ഒരു അവസരത്തിൽ അദ്ദേഹം കളിക്കുന്നുള്ള എല്ലാ വിശ്വാസം നമുക്കുണ്ട്. പിന്നെ ഇപ്പം നമ്മുടെ കേരള ടീം കളിച്ചൊരു ഇന്നിങ്സ് അവരുടെ മനസ്സിൽ എന്നും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ആ ഒരു ഇന്നിങ്സും കൂടി വെച്ച് നോക്കാൻ നേരത്ത് നമുക്കാണ് ചാൻസ് ഇന്ത്യ കയറും. ഇന്ത്യയിൽ കളിക്കുന്ന ഇന്ത്യൻ ടീമിന്റെ കയ്യിലിരിക്കുന്ന കളിയാണ്. പാകിസ്ഥാൻ ഒന്നും അല്ലാതായി പോകുന്ന ഒരു കളിയാണ്. ഇന്ത്യയിലിരിക്കും, കപ്പും കൂടി ഇന്ത്യ വരുവുള്ളൂ, ഉറപ്പാണ്. പാകിസ്ഥാൻ നിരയിലൊരു ഏറ്റവും കൂടുതൽ ഇടങ്കയ്യൻ ബാറ്റ്സ്മാൻമാരുള്ളൊരു നിരയാണ്. അപ്പോൾ കുൽദീപ്, അത് 2 വശത്തേക്കും പന്ത് തിരിക്കാൻ കഴിവുള്ള കുൽദീപ് യാദവിന്റെ പ്രകടനം എത്രത്തോളമായിരിക്കും നിർണായകമായിരിക്കും ഇന്ത്യക്ക്? കുൽദീപിനെ സംബന്ധിച്ച് നല്ല ആ 10 ഓവർ ക്രൂഷ്യൽ തന്നെയായിരിക്കും. പാകിസ്ഥാന് ഭയങ്കര വിഷമകരമായിരിക്കും. കുൽദീപ് മാത്രമല്ല, മറ്റേ സപ്പോർട്ടിങ് സ്പിന്നേഴ്സും കൂടി നല്ല രീതിയിൽ തന്നെ സപ്പോർട്ടിങ് കൊടുക്കുക. അതുകൊണ്ട് കുൽദീപിനെ മര്യാദയ്ക്ക് കളിക്കാൻ നോക്കിയാലും മറ്റുള്ള സ്പിന്നേഴ്സിന് അത് അഡ്വാൻറ്റേജ് ആവും. എല്ലാ കാലത്തെയും പോലെ ഇക്കുറിയും ഇന്ത്യ പാകിസ്ഥാനെ വീഴ്ത്തി അടുത്തൊരു റൗണ്ടിലേക്ക് മുന്നേറുമെന്ന് തന്നെയാണ് ആരാധകർ പറയുന്നത്. ക്യാമറാമാൻ അരുൺ ഹൂരിഗൻസിനൊപ്പം ജോയ് മോൻ ജോസ്, ന്യൂസ് മലയാളം.